മഹാരാഷ്ട്രയിൽ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുകയാണ്. 3 പാർട്ടികളിൽ നിന്നായി 30 മന്ത്രിമാരാണ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ശൈത്യകാല സമ്മേളനം നാളെ നാഗ്പൂരിലെ നിയമസഭയിൽ ആരംഭിക്കും. വിവരങ്ങളുമായി ജിഷ്ണു കൃഷ്ണനുണ്ട്. ജിഷ്ണു, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഇപ്പോൾ എത്ര മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്തു? കൂടുതൽ വിശദാംശങ്ങൾ. മഹാരാഷ്ട്രയിൽ മഹായുതി സർക്കാരിന്റെ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിക്കുകയാണ്. നാഗ്പൂരിൽ രാജ്ഭവനിൽ ചടങ്ങുകൾ പുരോഗമിക്കുന്നു. അല്പസമയങ്ങൾക്ക് മുൻപാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിച്ചത്. മഹാരാഷ്ട്ര ഗവർണർ CP രാധാകൃഷ്ണൻ മന്ത്രിമാർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ മഹാരാഷ്ട്രയിൽ നടന്നിരുന്നു. സീറ്റുകൾ, വകുപ്പുകൾ, പ്രധാനപ്പെട്ട വകുപ്പുകൾ ഏത് പാർട്ടി കൈകാര്യം ചെയ്യണം എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നിരുന്നു. അതിനൊടുവിലാണ് ഇപ്പോൾ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ. 30-ലധികം മന്ത്രിമാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. മഹാരാഷ്ട്രയുടെ BJP അധ്യക്ഷൻ ചന്ദ്രശേഖർ ഭവൻകുലെ ഇപ്പോൾ ക്യാബിനറ്റ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. കൂടാതെ BJPയുടെ നേതാക്കളായ രാധാകൃഷ്ണ വിഖെ പാട്ടീലും ചന്ദ്രകാന്ത് പാട്ടീലും ക്യാബിനറ്റ് മന്ത്രിമാരായി തന്നെ സത്യപ്രതിജ്ഞ ചെയ്തു. NCP നേതാവ് ഹസൻ മുഷ്രിഫ്, കൂടാതെ BJP നേതാവ് ഗിരീഷ് മഹാജൻ, ശിവസേന നേതാവ് ഗുലാബ് റാവു പാട്ടീൽ എന്നിവരും നാഗ്പൂരിലെ രാജ്ഭവന് മുൻപിൽ നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മഹായുതി സർക്കാരിലെ ക്യാബിനറ്റ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ്. ഏകദേശം 50ഓളം മന്ത്രിമാർ ഉണ്ടാകും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നതെങ്കിലും രണ്ടാം ഘട്ട മന്ത്രിസഭാ വിപുലീകരണത്തിലായിരിക്കും അടുത്ത മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുക എന്നുള്ളതാണ് ഇന്ന് നേതാക്കളുടെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലായത്. സത്യപ്രതിജ്ഞാ വേദിയിൽ മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്, കൂടാതെ ഉപമുഖ്യമന്ത്രിമാരായിട്ടുള്ള ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും ഇരിക്കുന്നുണ്ട്. കൂടാതെ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി ഉൾപ്പെടെയുള്ള പ്രമുഖരും സത്യപ്രതിജ്ഞാ ചടങ്ങ് സാക്ഷിയാകുന്നതിനായി നാഗ്പൂരിൽ എത്തിയിട്ടുണ്ട്. മഹാരാഷ്ട്ര നിയമസഭയുടെ ശൈത്യകാല സമ്മേളനം നാളെ നാഗ്പൂർ നിയമസഭയിൽ ആരംഭിക്കാനിരിക്കുകയാണ്. അതിനു മുൻപായാണ് ഇപ്പോൾ മഹായുതി സർക്കാരിൽ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. മഹാരാഷ്ട്രയിൽ കരുത്തുറ്റ വിജയം ഇത്തവണ BJP നേതൃത്വം നൽകുന്ന മഹായുതി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയെടുത്തിരുന്നു. 288 അംഗ നിയമസഭയിൽ 234 സീറ്റുകളുടെ ഭൂരിപക്ഷമാണ് മഹായുതിക്കുള്ളത്. കോൺഗ്രസ് ഉൾപ്പെടുന്ന പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാനുള്ള അംഗങ്ങളുടെ ജനപിന്തുണ പോലും ലഭിക്കാതെയുള്ള അത്രയധികം കരുത്തുറ്റ പ്രകടനം. കൂടാതെ NCPയും ശിവസേനയും പിളർന്നതിന് ശേഷം നടന്ന ആദ്യ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏക്നാഥ് ഷിൻഡെയും അജിത് പവാറും കരുത്തു തെളിയിച്ചതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അത്തരത്തിൽ ദേവേന്ദ്ര ഫഡ്നാവിസും 2 ഉപമുഖ്യമന്ത്രിമാരും ഈ മാസം 5-ന് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റിരുന്നു. അതിന് പിറകെയാണ് ഇന്നിപ്പോൾ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുന്നത്. ജിഷ്ണു, മന്ത്രിസഭയുടെ രണ്ടാം ഘട്ട വികസനം എപ്പോഴത്തേക്കാകും ഉണ്ടാവുക? നിലവിൽ 30ഓളം മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നുണ്ട്. രണ്ടാം ഘട്ട വിപുലീകരണം സംബന്ധിച്ച് അതിന് തീർച്ചയായും 1-2 വർഷങ്ങൾക്ക് ശേഷമായിരിക്കും അത്തരത്തിലൊരു വിപുലീകരണം ഉണ്ടാവുക എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സഖ്യ ചർച്ചകളിൽ ആകെ മന്ത്രിസഭയിൽ BJPക്ക് ഏകദേശം 20ഓളം മന്ത്രിമാരും ശിവസേനയ്ക്ക് 12ഉം NCP അജിത് പവാർ വിഭാഗത്തിന് 10 മന്ത്രിമാരും ലഭിക്കുമെന്നുള്ള ഒരു ധാരണയിലേക്ക് എത്തിയിട്ടുണ്ട്. അതിന്റെ ആദ്യഘട്ടത്തിലാണ് 30 മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. മന്ത്രിസഭയുടെ രണ്ടാം ഘട്ട വികസനം പിന്നീട് നടക്കും. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട നേതാക്കൾ മഹാരാഷ്ട്ര BJP അധ്യക്ഷൻ ചന്ദ്രശേഖർ ഭവൻകുലെ ക്യാബിനറ്റ് മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. BJP നേതാക്കളായ രാധാകൃഷ്ണ വിഖെ പാട്ടീൽ, ചന്ദ്രകാന്ത് പാട്ടീലിനും ക്യാബിനറ്റ് റാങ്കോടുകൂടിയുള്ള മന്ത്രിസ്ഥാനം ലഭിച്ചു. NCP നേതാവ് ഹസൻ മുഷ്രിഖിനും ശിവസേന നേതാവ് ഗുൽബ്രാവു പാട്ടീലിനും ക്യാബിനറ്റ് സ്ഥാനത്തോടെയുള്ള മന്ത്രിസ്ഥാനത്തേക്കാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സത്യപ്രതിജ്ഞാ ചടങ്ങ് നാഗ്പൂരിൽ രാജ്ഭവൻ അങ്കണത്തിൽ പുരോഗമിക്കുകയാണ്. ജിഷ്ണു, പ്രധാന വകുപ്പുകൾ ആർക്കൊക്കെയാണ്? ഈ വിവരങ്ങളൊക്കെ ലഭ്യമായിട്ടുണ്ടോ? സംബന്ധിച്ച് സഖ്യത്തിനുള്ളിൽ ധാരണയായിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ശേഷം അത് സംബന്ധിച്ച വിശദാംശങ്ങൾ ലഭ്യമാകും. ഏതെല്ലാം പ്രധാനപ്പെട്ട വകുപ്പുകൾ ആര് കൈകാര്യം ചെയ്യും എന്നത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ലഭ്യമാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. മഹായുതിയിൽ ഈ വകുപ്പുകൾ ആരെല്ലാം കൈകാര്യം ചെയ്യണം എന്നത് സംബന്ധിച്ചുള്ള ധാരണ ഇതിനോടകം തന്നെ ആയിട്ടുണ്ട്. എന്നാൽ തീരുമാനം മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസോ അല്ലെങ്കിൽ BJP, NCP, ശിവസേന പാർട്ടികളോ ഇതുവരെ അത്തരത്തിൽ വകുപ്പുകൾ സംബന്ധിച്ച് ഒരു പ്രതികരണം പുറത്തേക്ക് വന്നിട്ടില്ല. മനസ്സിലാക്കുന്നത് ആഭ്യന്തര വകുപ്പ് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് തന്നെ കൈകാര്യം ചെയ്യും എന്നുള്ളതാണ്. നേരത്തെ സഖ്യത്തിൽ ചർച്ച നടന്നിരുന്നത് ആഭ്യന്തര വകുപ്പ് ആര് കൈകാര്യം ചെയ്യണം എന്നത് സംബന്ധിച്ചൊരു ചർച്ച നടന്നിരുന്നു. അതിൽ
മുഖ്യമന്ത്രി തന്നെ BJP തന്നെ പ്രധാനപ്പെട്ട വകുപ്പായിട്ടുള്ള ആഭ്യന്തരം കൈകാര്യം ചെയ്യട്ടെ എന്നാണ് മനസ്സിലാക്കുന്നത്. ധനവകുപ്പ് NCP അജിത് പവാർ പക്ഷത്തിന് ഉപമുഖ്യമന്ത്രിക്ക് ലഭിക്കാനാണ് സാധ്യതയുള്ളത്. പൊതുമരാമത്ത് വകുപ്പ് ഉൾപ്പെടെയുള്ള മറ്റു ചില പ്രധാനപ്പെട്ട വകുപ്പുകളാണ് ശിവസേന ഷിൻഡെ വിഭാഗത്തിന് ലഭിക്കുക. അത്തരത്തിൽ കൃത്യമായ ധാരണ വകുപ്പ് ആരെല്ലാം കൈകാര്യം ചെയ്യണം, ഏത് പാർട്ടികൾ കൈകാര്യം ചെയ്യണം എന്നത് സംബന്ധിച്ച് ഇതിനോടകം തന്നെ മഹായുദ്ധിയിൽ എത്തിയിട്ടുണ്ട്. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ശേഷമോ അതല്ലെങ്കിൽ നാളെ നിയമസഭാ സമ്മേളനം ആരംഭിക്കുമ്പോഴോ വകുപ്പുകൾ ആരെല്ലാമാണ്, ഏത് മന്ത്രിമാർ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യും എന്നത് സംബന്ധിച്ചൊരു തീരുമാനത്തിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും സത്യപ്രതിജ്ഞാ ചടങ്ങ് പുരോഗമിക്കുകയാണ്. മഹാരാഷ്ട്രയിൽ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുമ്പോൾ എടുത്തു പറയേണ്ടത് മഹായുദ്ധിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വാശിയേറിയ പോരാട്ടവും കരുത്തുറ്റ വിജയവും തന്നെയാണ്. കാരണം വലിയ വെല്ലുവിളികളും രാഷ്ട്രീയ നാടകങ്ങളും കഴിഞ്ഞ വർഷങ്ങളിൽ മഹാരാഷ്ട്രയിൽ അരങ്ങേറിയിരുന്നു. 2019 ദേവേന്ദ്ര ഫഡ്നാവിസ് സർക്കാരിന്, BJPയുടെ നേതൃത്വത്തിലുള്ള ദേവേന്ദ്ര ഫഡ്നാവിസ് സർക്കാരിന് തുടർ ഭരണത്തിന് അനുമതി ജനങ്ങൾ നൽകിയിരുന്നെങ്കിലും, വോട്ടിലൂടെ ജനപിന്തുണ നൽകിയെങ്കിലും ശിവസേന അന്ന് ഉദ്ധവ് താക്കറെ ശിവസേനയെ കോൺഗ്രസിനും NCPക്കും ഒപ്പം ഇരുത്തിക്കൊണ്ട് അധികാരം അട്ടിമറിക്കുകയും അല്ലെങ്കിൽ അവിടെ ഒരു ഭരണ അട്ടിമറി നടന്നത് നമ്മൾ കണ്ടു. അതിനുശേഷം നടന്ന രാഷ്ട്രീയ നീക്കങ്ങൾ ഏറെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. ശിവസേന രണ്ടായി പിളരുന്നു, NCP രണ്ടായി പിളരുന്നു. ഷിൻഡെ വിഭാഗവും ശരത് പവാറിൽ നിന്ന് മാറിക്കൊണ്ട് അജിത് പവാർ വിഭാഗം NCPയിലും രൂപം കൊണ്ട് വീണ്ടും BJPയുടെ നേതൃത്വത്തിൽ ഏക്നാഥ് ഷിൻഡെ മുഖ്യമന്ത്രിയായുള്ള സർക്കാർ അധികാരത്തിൽ വന്നിരുന്നു. വലിയ ചോദ്യചിഹ്നം ഉയർന്നത് ഈ ഒരു പിളർപ്പിന് ശേഷം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒന്ന് BJPക്ക് കരുത്ത് തെളിയിക്കാനാകുമോ എന്നുള്ളതും, ഏക്നാഥ് ഷിൻഡെക്ക്, ഉദ്ധവ് താക്കറെ ഇല്ലാതെ ഏക്നാഥ് ഷിൻഡെക്കും അജിത് പവാറിന് NCPയിലും ശക്തി തെളിയിക്കാനാകുമോ എന്ന വലിയ ചോദ്യം നിലനിന്നിരുന്നു. അതിന് കരുത്തുറ്റ മറുപടിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയും ശിവസേന ഷിൻഡെ വിഭാഗവും NCP അജിത് പവാറും ചേരുന്ന മഹായുദ്ധി മഹാരാഷ്ട്രയിൽ നൽകിയത്. അവിടെ 288 അംഗ നിയമസഭയിൽ 234 സീറ്റുകൾ സഖ്യം പിടിച്ചെടുത്തു. BJPയുടെ പ്രകടനം എടുത്തു പറയേണ്ടതായിരുന്നു. മത്സരിച്ച 80%-ലധികം സീറ്റുകളിലും വിജയം നേടിക്കൊണ്ട് ഒറ്റയ്ക്ക് 130-ലധികം സീറ്റുകൾ നേടിക്കൊണ്ടാണ് മഹാരാഷ്ട്രയിൽ. കൃഷ്ണനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മഹാരാഷ്ട്രയിൽ മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞയാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 3 പാർട്ടികളിൽ നിന്നായി 30 മന്ത്രിമാരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. നാളെ ശൈത്യകാല സമ്മേളനം നാഗ്പൂരിലെ നിയമസഭയിൽ ആരംഭിക്കും.